ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ടുള്ള ഒരു മയനൈസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ ഗ്രില്ലിൻ്റെയും തന്തൂരി ഡിഷസിൻ്റെ ഒക്കെ കൂടെ അവർ സൈഡായിട്ട് സെർവ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് മയനൈസാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്നിത് മിക്സിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് തന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരല്ലി വലിയ അല്ലിയതുകൊണ്ടാണ് ഒന്ന് ചേർത്തേക്കുന്നത്, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ വിനീഗർ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ആദ്യം തന്നെ ഒരു 7 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് ഈ ഒരു ഓയിലിൻ്റെ അളവിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഒരു ബോട്ടിലായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു ടൈപ്പ് മയാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് മസ്റ്റർഡ് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കേണ്ടതുണ്ട്. മിക്സി നന്നായിട്ട് അടച്ച് ഒരു 30 സെക്കൻഡ് മാത്രം നമ്മളിതിനെ ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഹൈ സ്പീഡിൽ വെച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ഇതൊക്കെ കൂടെ നന്നായിട്ട് മിക്സായി ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ ഓയിൽ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ പോലെയുള്ള ഓയിൽ യൂസ് ചെയ്യാതിരിക്കാൻ ഞാനിവിടെ കോൺ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോൺ ഓയിലോ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഈവൻ നമുക്ക് ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്, യാതൊരു കുഴപ്പമില്ല. ഓക്കെ, എൻ്റെ ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കൂടെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ രണ്ടാമത് ചെയ്യുന്ന സമയത്ത് ഒരു 10 സെക്കൻഡ് മാത്രം നമ്മളിതിനെ മിക്സിയുടെ ജാറിനൊന്ന് കറക്കി കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അത്രത്തോളം നല്ല തിക്കായിട്ടാണ് ഈ മയോണൈസ് ഇരിക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സീസണിങ് ആയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒരു 5 സെക്കൻഡോളം ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി സ്പൂണോട്, അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യാൻ ഒന്ന് കറക്കിയെടുത്താൽ മതി. ഓക്കെ, ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ചുകൂടെ ലൂസാണ് എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുത്താൽ മതി, യാതൊരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റേജിന് ശേഷം 1-2 ടേബിൾ സ്പൂൺ മാത്രമായിട്ട് ഓയിൽ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.